ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റാവുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയുമായിട്ടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമേ. അപ്പോൾ തുടർന്ന് ഉള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഞാൻ 3 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞുണ്ട്. 10 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പച്ചമുളകും വറ്റൽമുളകും കൂടെ ഒന്ന് ക്രഷും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പെരിഞ്ചീരകവും 2 കറുവപ്പട്ടയും 1 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തൂടെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഒന്ന് വരണ്ട് ഇരുന്ന് അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഇതിൻ്റെ കളർ കൂടെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുകൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അടച്ചും കൂടെ വെച്ച് അരിക്കട്ടെ. കൊച്ചുള്ളി സവാള എല്ലാം കൂടെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊടി വർഗ്ഗങ്ങളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ക്രഷ് ചെയ്ത പച്ചമുളകും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ഒത്തിരി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് വേവാനും വേണ്ടി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് സിമ്മിലിട്ട്, അധികം തീ വേണ്ട, സിമ്മിലിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അടച്ച് വെച്ച് നമുക്ക് അതിനകത്ത് കറിവേപ്പില തണ്ടൂടെ ഇടാം. ഫ്രൈ ഇവിടെ തയ്യാറായി. അത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല ഒരു ഫ്രൈ, നല്ല മണവും, ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കൊരു കറിവേപ്പിലയും കൂടെ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് കൂടെ ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.